ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ പെൻഷനാണ്. എങ്ങനെയാണ് ടാക്സബിൾ പോർഷൻ, സാലറിയിൽ ഉൾപ്പെടുത്തേണ്ട ടാക്സബിൾ പോർഷൻ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. മിസ്റ്റർ രാം വാസ് ഗെറ്റിംഗ് പെൻഷൻ ഫ്രം എ ബാങ്ക് at the rate of rupees 12,000 per month. With the effective from 1st June 2024, he commuted 2/3 of the pension and received rupees 4,80,000. Compute the amount of pension includable under the head salary for the year 2024-25 if he received gratuity at the time of retirement, and then second one, he did not receive gratuity at the time of retirement. അപ്പോൾ സാലറിയിലെ പെൻഷനും വരും, അതുപോലെ തന്നെ ടാക്സബിൾ പോർഷൻ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷനും വരും. രണ്ട് ഫിഗർ വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെൻഷൻ കണ്ടുപിടിക്കണം. പെൻഷൻ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഇവിടെ അസസ്മെൻറ്റ് ഇയർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഫോർ ദ ഇയർ 2024-25. അപ്പോൾ 1st April 2024 to 31st March 2025. ഇതാണ് ഇയർ വരുന്നത്. From a bank at the rate of rupees 12,000 per month with effect from 1st June. 1st ജൂണിലെ he commuted. അപ്പോൾ 1st ജൂണിന് മുൻപുള്ള മാസം 2 മാസമുണ്ട്. 2 മാസം എന്ന് പറയുമ്പോൾ 12,000 × 2. അപ്പോൾ നമുക്ക് ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, taxable pension for the year 2024-25. 2024-25. അതിലെ ഹെഡിങ് he received a gratuity. He received gratuity. അതിലൊന്നാമത്തത് പെൻഷൻ. എത്രയായിരിക്കും പെൻഷൻ വരുന്നത്? 1st April 2024 to 31st March 2025. അപ്പോൾ 1st April, അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ തൊട്ടാണ് അയാൾ കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 1st ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ 12,000 × 2. പെൻഷൻ എന്ന് പറയുന്നത് 12,000 × 2, that is 24,000. ഇനി 1st ഏപ്രിൽ തൊട്ട് അയാൾ കമ്മ്യൂട്ട് ചെയ്യാണ് അല്ലേ? കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ 2/3 ആണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യാത്തത് എത്രയാണ്? 1/3. 1/3 എന്ന് പറയുമ്പോൾ അത് മന്ത്ലി പെൻഷനാണ്. അപ്പോൾ ഇത് പ്ലസ് പിന്നെ എത്രയായിരിക്കും വരുന്നത്? 12,000 × 1/3. 1/3 ഇൻറ്റു എത്ര മാസമായിരിക്കും വരുന്നത്? 1st ജൂൺ തൊട്ട് 31st മാർച്ച്. അപ്പോൾ 10 months ഇൻറ്റു 10. അപ്പോൾ 2 മാസത്തേക്ക് 12,000 × 2. അതിനുശേഷം അയാൾ കമ്മ്യൂട്ട് ചെയ്യാണ്. കമ്മ്യൂട്ട് ചെയ്യുന്നത് 2/3 ആണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 1/3 അയാൾ പെൻഷനായിട്ടാണ്, മന്ത്ലി പെൻഷനായിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ 12,000 × 1/3 എത്ര മാസത്തേക്ക്? 10 മാസത്തേക്ക്. അപ്പോൾ ഇൻറ്റു 10, വാട്ട് ഈസ് ദ എമൗണ്ട്? 40,000. അങ്ങനെ പെൻഷൻ എന്ന് പറയുന്നത്, ടാക്സബിൾ പെൻഷൻ എന്ന് പറയുന്നത് 60,000, 64,000. ഇനി രണ്ടാമത്തത് കമ്മ്യൂട്ടഡ് പെൻഷൻ.
കമ്മ്യൂട്ടഡ് പെൻഷൻ. ഇതെങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് കണ്ടീഷൻ പറയുന്നുണ്ട്, ഹി റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ കാണും? കമ്മ്യൂട്ടഡ് പെൻഷൻ, 2/3 ഓഫ് ദി കമ്മ്യൂട്ടഡ് പെൻഷൻ, 2/3 ഓഫ് ദി commuted pension is 4,80,000. അങ്ങനെയാണെങ്കിൽ ഫുൾ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? ഈക്വൽ ടു 4,80,000 ഇൻറ്റു 3/2, ദാറ്റ് ഈസ് 7,20,000. ഇനി എത്രയാണ് ഹി റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി? അപ്പോൾ എത്രയാണ് എക്സംഷൻ വരുന്നത്? എക്സംഷൻ ഈസ് എക്സംപ്റ്റഡ് എമൗണ്ട്. ഇഫ് ഹി റിസീവ് ഗ്രാറ്റുവിറ്റി, that is 7,20,000 into 1/3, that is equal to 2,40,000. ഇനി നമുക്ക് ഇവിടെ ഇതിലെങ്ങനെയായിരിക്കും എഴുതുക? കമ്മ്യൂട്ടഡ് പെൻഷനിൽ എങ്ങനെ എഴുതും? 4 lakh ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ 4,80,000 മൈനസ് 2,40,000, that is 2,40,000. $3,04,000. ഇതാണ് സാലറിയിലെ നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ എഴുതേണ്ട ഫിഗർ. പെൻഷൻ, അതുപോലെ തന്നെ ടാക്സബിൾ പോർഷൻ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. നമ്മൾ എത്രയാണോ മന്ത് അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഇനി രണ്ടാമത്തത് എന്താണ് പറയുന്നത്? ഹി ഡിഡ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി. ഹി did not receive gratuity. Did not receive gratuity. അതിലെ പെൻഷൻ എന്ന് പറയുന്നത് സെയിം ഫിഗർ തന്നെ. പെൻഷൻ ദാറ്റ് ഈസ് 12,000 into 2 plus 12,000 into 1/3 into 10, that is 24,000 plus 40,000. Outer column you write as 64,000. ഇനി സെക്കൻഡ് വൺ കമ്മ്യൂട്ടഡ് പെൻഷൻ ടാക്സബിൾ പോർഷൻ. അതും ഇതേപോലെ തന്നെ 2/3 ഓഫ് ദ കമ്മ്യൂട്ടഡ് പെൻഷൻ, third of the commuted pension is 4,80,000. Therefore, full value, full amount of commuted pension എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,80,000 into 3/2, you get 7,20,000. Then he did not receive gratuity. അങ്ങനെ വരുമ്പോൾ exempted amount is 7,20,000 into 1/2, that is 3,60,000. then ഇവിടെ എത്രയായിരിക്കും വരിക? ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എത്ര വരും? 4,80,000 minus 3,60,000, that is 1,20,000. $1,84,000. 3,04,000 1,84,000. ഇങ്ങനെയാണ് സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ പെൻഷനും അതുപോലെ തന്നെ കമ്മ്യൂട്ടഡ് പെൻഷനും നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടാക്സബിൾ പോർഷൻ
അവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഹി റിസീവ്ഡ് ഗ്രാറ്റുവിറ്റിയും ഹി ഡിഡ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.